പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം മാരകമായ അസുഖങ്ങൾ ബാധിച്ച സംഘാംഗങ്ങൾക്കുള്ള അംഗത്വ സമാശ്വാസ തുക വിതരണം നടത്തി. ഉള്ളിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അംഗത്വ സമാശ്വാസ തുക വിതരണ ഉദ്ഘാടനം നടത്തി. സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. ഉള്ളിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംഘം ഡയറക്ടർ ബോർഡ് അംഗം ജോസ് വാഴപ്പള്ളി സ്വാഗതവും സംഘം സെക്രട്ടറി ഷീബ ഷാജി നന്ദിയും പറഞ്ഞു. സംഘത്തിലെ അംഗങ്ങളായ 13 പേർക്കാണ് സമാശ്വാസ തുക വിതരണം നടത്തിയത്. വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. കാരണം സഹകരണ മേഖലയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ, കേരളത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. എല്ലാ മേഖലയിലും സഹകരണ മേഖലയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കാർഷിക മേഖലയുടെ പുരോഗമനത്തിന് സഹകരണ മേഖല നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ആതുര സേവന മേഖലയുടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖല നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണ മേഖല വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന വികസന മേഖലയിൽ സഹകരണ മേഖല വഹിച്ചുകൊണ്ടിരിക്കുന്നത് ശ്ലാഘനീയമാണ്. അതിനോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ സർക്കാരിനെ സഹായിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഹകരണ മേഖല ഇടപെട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ എല്ലാ മേഖലയെയും സ്പർശിച്ച് കേരളത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക മേഖല നമുക്ക് കണക്കാൻ. സഹകരണ മേഖല ഏത് വിധത്തിലും തകർക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങളായാലും ശരി, പിന്നെ ചില ഭരണസമിതി അംഗങ്ങളായാലും ശരി, ചില ഭരണാധികാരികളായാലും ശരി, കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളം ഏറെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കേരളത്തോടുള്ള അവഗണന. ആര് ഏതൊക്കെ വിധത്തിൽ അവഗണന സംഘടിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ഒരു വേദിയല്ല ഇത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ശ്രമിക്കുകയില്ല. ന്യായമായും ജനാധിപത്യപരമായി കേരളത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുന്ന കാര്യത്തിൽ, അത് കൊടുക്കുന്ന കാര്യത്തിലെല്ലാം വലിയ തടസ്സം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആര് എന്ന് ചോദിച്ചാൽ ജനാധിപത്യപരമായി കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുക്കേണ്ടവർ ആര്, അവര് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, അത് കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എല്ലാ നിലയിലും കേരളം ഈ നിലയിൽ ഇങ്ങനെ തന്നെ നിലനിന്ന് മുൻപോട്ട് പോകുന്നതിൽ കേരളത്തിന്റെ സഹകരണ മേഖല വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് അത് ചെറുതല്ല, വളരെ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കി കേരളത്തെ തകർക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഈ സഹകരണ മേഖലയുടെ തകർച്ച ഉറപ്പാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ? ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളും മിക്കവാറും ചെറുകിട സഹകരണ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിൽ ആകാതെ തന്നെ പ്രതിസന്ധിയിലാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രചാരണങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പ്രതിസന്ധിയിലാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അത് കാണാതായിരിക്കുന്നു എന്ന് യാതൊരു മടിയും കൂടാതെ പറയുകയും ജനങ്ങൾ നിക്ഷേപിക്കപ്പെട്ട പണം ചോദിക്കുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നവർ അവരെ സമൂഹത്തിൽ മാന്യന്മാരായി നിലനിൽക്കുന്നു. അവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാന്യതയുടെ മൂടുപടമണിഞ്ഞ് അറിയിച്ചുകൊണ്ട് അവരെ വിശേഷിപ്പിക്കുന്ന പ്രവർത്തനവും ഇതേ മാധ്യമങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില മേഖലകളിൽ പൂർണ്ണമായും നിർദ്ദേശിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾക്ക് എന്തെങ്കിലും കൈതെറ്റ് പറ്റി അതിന്റെ ഭാഗമായി കേരളത്തിന്റെ എല്ലാ സഹകരണ മേഖലയും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നിപ്പോ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന്റെ എടുത്തു പരിശോധിക്കുമ്പോൾ 100 കോടി രൂപ
എവിടെ എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയില്ല. അപ്പൊ തീർച്ചയായും സഹകരണ മേഖലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചില വഴിവിട്ട സമീപനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. വാങ്ങിച്ച പണം സഹകരണ സ്ഥാപനങ്ങളിൽ വായ്പയെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കേണ്ടതല്ല എന്ന ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന സഹകാരികളുടെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ടും സഹകരണ മേഖലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുന്ന പ്രവർത്തനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കിടക്കുകയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ എല്ലാ പ്രതിസന്ധികളും ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന്റെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന വിഭാഗങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ, അവരെ ചേർത്ത് പിടിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പൊ ഇവിടെ ായിട്ടുള്ള രോഗം ബാധിക്കുന്ന ആളുകൾക്ക് സഹായത്തിന് വേണ്ടി കൊടുത്ത് അതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ വർഷമോ അതിന്റെ മുന്നത്തെ വർഷത്തിന്റെ അവസാനത്തില് കൊടുത്ത ആളുകൾക്കാണ് ഇപ്പോൾ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. പക്ഷേ അതൊരു സർക്കാരാണ് വിതരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പ്രത്യേകത, അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന കുടുംബങ്ങളിൽ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് പുറമെ സർക്കാർ 1600 രൂപ വെച്ച് ഇതിന്റെ ബോണസായി അവർക്ക് വേറെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് ആശ്വാസം പകരാൻ, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കപ്പെട്ടു. പറഞ്ഞാൽ തീർച്ചയായും ഈ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്ത് 1ഉം 2ഉം ഗഡു പണം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അവശേഷിക്കുന്ന പണം കൂടി കൊടുക്കാതിരിക്കുന്ന സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവർക്ക് ഈ സംഖ്യ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംഘം ഭരണാധികാരികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വിതരണം ആണ് ഇവിടെ നടക്കുന്നത്. ഇതിന് അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും ഇതുകൊണ്ട് തന്നെ അവരുടെ ജീവിത പ്രയാസം ദൂരീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിട്ടിയ സഹായം, ഇനിയും കൂടുതൽ സഹായം ആവശ്യമെങ്കിൽ നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം അത്തരക്കാരെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. മതിയായ സംഖ്യ എന്നൊന്നും പറയാൻ കഴിയില്ല, മാരകമായിട്ടുള്ള രോഗം എന്നും പറയാൻ കഴിയില്ല. അല്പം ഗൗരവമുള്ള രോഗം, ഗൗരവമുള്ള ആശ്വാസ നിധിയിൽ നിന്ന് പരമാവധി 3 ലക്ഷം കാണിക്കുന്ന ഇച്ഛാശക്തി കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്ക്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിവിധ മേഖലകൾ അതിൻ്റെ നടപ്പിലാക്കിയ പദ്ധതിയെ സംബന്ധിച്ചൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഹൗസ് വെച്ചിട്ടായിരുന്നു, പക്ഷെ അതെന്തുകൊണ്ടോ കിട്ടിയിട്ടില്ല, ക്യാൻസലായെന്നാണ് തോന്നുന്നത്. എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും വളരെയധികം സന്തോഷം, നന്ദി.